എനിക്കറിയില്ല. നമ്മുടെ അറിവിലുള്ളതല്ല. ഞങ്ങളങ്ങനെ അപ്പുറത്തെ സ്ഥാനാർത്ഥി നോക്കുന്ന സമയമായിരുന്നില്ലല്ലോ അത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെ നമ്മൾ സ്ഥാനാർത്ഥിയൊക്കെ അവതരിപ്പിച്ചതല്ലേ. ഇതിപ്പോൾ നമ്മൾ സംരംഭകത്തിൽ നിൽക്കും. ഇനിയിപ്പോൾ പൊളിറ്റിക്സ് പണിയിലേക്ക് വേറെ വരാം. ഇന്ന് ഇതിൽ നിന്നില്ലെങ്കിൽ നാളെ ഇത് സംബന്ധിച്ചായിരിക്കും. പിന്നെ ഓരോരുത്തർക്ക് ഇങ്ങനെ പറയാൻ അവസരം ഇപ്പോൾ കിട്ടുമല്ലോ. ഞങ്ങളൊക്കെ രാഷ്ട്രീയത്തിലുണ്ടെന്നൊക്കെ അറിയാനൊരു സമയം നിങ്ങളൊക്കെ നോക്കി കൊടുക്കുമല്ലോ. അല്ല, നമ്മുടെ ഇതിലില്ല. അതിലൊരു കാര്യം നമ്മൾ കാണേണ്ടത്, കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ മാത്രം കേന്ദ്രീകരിച്ചിട്ടുള്ള കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം, അതാണ് എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് മാറുന്ന സ്ഥിതിയിലേക്ക് കോൺഗ്രസിനെ എത്തിച്ചത്. പത്മജ വേണുഗോപാൽ ബി ജെ പി ചെന്നതിന് ശേഷമുള്ളൊരു പ്രതികരണം വളരെ ശ്രദ്ധേയമായിരുന്നു. കോൺഗ്രസിൻ്റെയും ബി ജെ പിയുടെയും ആശയങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല. അവർ വീട് മാറിയെന്ന് പോലും തോന്നിയില്ല. ഒരേ കളറ്, ഒരേ നിറം, ഒരേ സംഗതികൾ, ഒരേപോലെ ഇരിക്കുന്നു രണ്ട് വീടും. വെച്ചാൽ അതാണ് കേരളത്തിലെ കോൺഗ്രസ് കുറേ കാലമായി കമ്മ്യൂണിസ്റ്റ് വിരുദ്ധതയിൽ മാത്രമാണ്, ഇടതുപക്ഷ വിരുദ്ധതയിൽ മാത്രമാണ് കേന്ദ്രീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ എനിക്ക് തോന്നിയാൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്ന് പറയുന്ന നേതൃത്വത്തിന് കീഴിലിരിക്കുന്ന ആളുകൾക്ക് വേറെ തരത്തിലുള്ള ചാഞ്ചാട്ടമോ ചാഞ്ചല്യോ ആശയക്കുഴപ്പം ഉണ്ടാകേണ്ടതില്ല എന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നു. അതാണ് ഇത്തരം മാറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, അദ്ദേഹം പറയട്ടെ, ഇനിയിപ്പോൾ സമയം കിടക്കല്ലേ. ഞാൻ പറഞ്ഞ ഈ ഭാഗം നിങ്ങൾ നോക്കി. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, എത്ര മുഖ്യമന്ത്രിമാർ പോയി, എത്ര 112 എം പിമാർ, 303-ൽ 112 പേർ മുൻ കോൺഗ്രസ് നേതാക്കന്മാരാണ്. അപ്പോൾ അതിലേക്ക് പോകുന്നു. പിന്നെ ബി ജെ പി സുരേന്ദ്രൻ പറയുമ്പോൾ ഒരു കാര്യം കൂടി നോക്കിക്കോളണം. പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ അധികാരം കിട്ടും എന്ന്, വലിയ ഭൂരിപക്ഷത്തിൽ കിട്ടുമെന്ന് പറയുന്ന ആളുകൾ തന്നെയാണ് ഇപ്പോൾ സ്വന്തം ഗ്യാരണ്ടിയിലൊന്നും വിശ്വാസമില്ലാതെ വിഭജനത്തിൻ്റെ കാടക്കിറക്കുന്നത്. പലയിടങ്ങളിലും പുതിയ സഖ്യസാധ്യതകൾ തേടുന്നത്. അപ്പോൾ ഒരു മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നതിനപ്പുറത്തുള്ള ഒരു സാമൂഹ്യ ജീവിത യാഥാർത്ഥ്യം ഇന്ത്യയിലുണ്ട് എന്ന് ഒരു പക്ഷേ മറ്റു വഴികൾ വഴി അവർ തിരിച്ചറിയുന്നുണ്ടാകും.